തിരുവനന്തപുരം ആറ്റിങ്ങലിലെ ലോഡ്ജിൽ യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. കോഴിക്കോട് സ്വദേശി ആസ്മിനെയാണ് മരിച്ചത്. മൂന്നുമുക്ക് ഗ്രീൻ ലൈൻ ലോഡ്ജിലായിരുന്നു സംഭവം. കൊലപാതകമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന യുവാവിനായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. വിവരങ്ങളുമായി എസ് അഭിലാഷ് ചേരുന്നു ആറ്റിങ്ങലിൽ നിന്നും. അഭിലാഷ്, യുവതിയുടെ കൊലപാതകമാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ടോ? ഈ കൂടെ ഉണ്ടായിരുന്ന യുവാവ് ഈ സംഭവത്തിന് പിന്നാലെ അവിടെ നിന്ന് കടന്നു കളഞ്ഞിട്ടുണ്ട്. ഇയാൾ ആരാണെന്ന് വ്യക്തമായിട്ടുണ്ടോ അഭിലാഷ്? തിരുവനന്തപുരം ആറ്റിങ്ങലിലെ ലോഡ്ജിലാണ് യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കോഴിക്കോട് സ്വദേശിനി ആസ്മിനെയാണ് മരിച്ചത്. മൂന്നുമുക്ക് ഗ്രീൻ ലൈൻ ലോഡ്ജിലായിരുന്നു സംഭവം. കൊലപാതകമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന യുവാവ് സംഭവത്തിന് പിന്നാലെ അവിടെ നിന്നും രക്ഷപ്പെട്ടിരുന്നു. ഇയാൾക്ക് വേണ്ടി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. എന്തായാലും എസ് അഭിലാഷ് ചേരുന്നു. അഭിലാഷ്, എന്താണ് സംഭവിച്ചത്? ഇന്ന് രാവിലെ 9 മണിയോടുകൂടിയാണ് ഈ ഹോട്ടൽ മുറിക്കുള്ളിൽ യുവതി ആസ്നയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഹോട്ടലിലെ മാനേജറാണ് ഇത് കണ്ടെത്തിയത്. ഇന്നലെ രാത്രിയാണ് ഈ യുവതി ഈ ഹോട്ടലിൽ വന്ന് റൂം എടുത്തത്. ആധാർ കാർഡ് ഉൾപ്പെടെ ഇവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിൽ ഒരു സംഭവമുള്ളത്, ഈ യുവതിയെ ഇവിടെ എത്തിച്ചത് ഇവിടെ ഒരാഴ്ച മുമ്പ് ക്ലീനിങ് ജോലിക്ക് വേണ്ടി എത്തിയ റോബിൻ എന്നയാളിന്റെ ഭാര്യ എന്ന് പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. ഈ റോബിനും ഇന്നലെ രാത്രി ഇവിടെ ഉണ്ടായിരുന്നു. രാത്രി ജീവനക്കാർ മറ്റാരും തന്നെ ഇവിടെ ഉണ്ടായിരുന്നില്ല. രാവിലെ ഡ്യൂട്ടിക്ക് എത്തിയ മാനേജർ റോബിനെ കാണാതെ ഹോട്ടലിൽ പരിശോധന നടത്തിയപ്പോഴാണ് ജനൽ വഴി നോക്കിയപ്പോൾ ഈ റൂമിനുള്ളിൽ രക്തം ഒലിവാർന്ന നിലയിൽ ഈ യുവതിയെ കണ്ടെത്തിയത്. തുടർന്ന് പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. തുടർന്ന് പോലീസ് CCTV പരിശോധിച്ചപ്പോൾ റോബിൻ അതിരാവിലെ തന്നെ ഹോട്ടലിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതായി പോലീസിന് മനസ്സിലായി. അങ്ങനെയാണ് ഈ റോബിനെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ഇപ്പോൾ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനിയും ഈ ഹോട്ടലിൽ നിന്ന് റൂമിനുള്ളിൽ നിന്നും യുവതിയുടെ മൃതദേഹം പുറത്തേക്ക് എടുത്തിട്ടില്ല. ഇൻക്വസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തിയായി വരുന്നേ ഉള്ളൂ. പോലീസിന്റെ ഫോറൻസിക് വിഭാഗവും ഡോഗ് സ്ക്വാഡും എല്ലാം ഈ സ്ഥലത്ത് ഇപ്പോഴും ഉണ്ട്. എന്തായാലും ഈ യുവാവ് ഓച്ചിറ സ്വദേശിയാണ് എന്നാണ് അറിയുന്നത്. യുവാവിന്റെ മറ്റ് രേഖകളൊന്നും തന്നെ ഈ ഹോട്ടൽ ഉടമ വാങ്ങി വെച്ചിരുന്നില്ല. ഒരു പരസ്യം കണ്ട് ജോലിക്ക് എത്തിയതാണ് എന്നാണ് പറയുന്നത്. ഒരാഴ്ചക്കുള്ളിൽ ഈ ആധാർ കാർഡ് ഉൾപ്പെടെയുള്ള വിവരങ്ങളെല്ലാം നൽകാമെന്ന് ഹോട്ടൽ ഉടമയോട് ഇയാൾ പറഞ്ഞിരുന്നതായി പറയുന്നുണ്ട്. എന്തായാലും പോലീസ് ഇയാൾക്ക് വേണ്ടിയുള്ള അന്വേഷണം ഊർജിതപ്പെടുത്തിയിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ മൊബൈൽ ഫോൺ ഉൾപ്പെടെ ഇപ്പോൾ സ്വിച്ച് ഓഫ് ആണ്. അഭിലാഷ്, എത്ര ദിവസമായി ഇവർ ആ ലോഡ്ജിലുണ്ടായിരുന്നു? എന്നാണ് ലോഡ്ജിൽ മുറിയെടുത്തത്? മാത്രമല്ല, ഈ ആസ്മിനയും ഈ യുവാവും തമ്മിൽ സൗഹൃദമായിരുന്നു എന്ന് പറയുന്നുണ്ട്, പ്രണയമായിരുന്നു എന്ന് പറയുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട വ്യക്തത വന്നിട്ടുണ്ടോ? ഇത് എങ്ങനെയാണ് ഈ കൊലപാതകം നടത്തിയത്? ഇക്കാര്യത്തെക്കുറിച്ച് ഒരു വ്യക്തത വന്നിട്ടുണ്ടോ? കൊലപാതകം നടത്തിയ രീതിയെക്കുറിച്ച് ഇപ്പോഴും പോലീസ് വ്യക്തമായി പറഞ്ഞിട്ടില്ല. എന്തായാലും ബിയർ ബോട്ടിൽ കൊണ്ട് ആക്രമിച്ചാണ് കൊലപ്പെടുത്തിയത് എന്നൊരു സൂചന ഉണ്ട്. ആ ബിയർ ബോട്ടിലിനായുള്ള പരിശോധനയൊക്കെ ഹോട്ടലിന്റെ പുറഭാഗങ്ങളിൽ പോലീസ് നടത്തുന്നുണ്ട്. ഇന്നലെ രാത്രിയാണ് ഈ യുവതി ഇവിടെ എത്തിയത്. ഈ റോബിൻ ഇവിടെ ഹോട്ടലിൽ ജോലിക്ക് എത്തിയിട്ട് ഒരാഴ്ചയാകുന്നതേ ഉള്ളൂ. ഈ റോബിന്റെ ആധാർ കാർഡ് ഉൾപ്പെടെയുള്ള രേഖകളുമായാണ് ഭാര്യ വരുന്നതെന്ന് ഹോട്ടൽ ഉടമയോട് ഈ റോബിൻ അറിയിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് രാത്രി ഇവിടെ എത്തിയത്. ഇവർ തമ്മിൽ നേരത്തെ ബന്ധമുണ്ടായിരുന്നു എന്ന് പോലീസ് പറയുന്നുണ്ട്. എന്തായാലും യുവതിയുടെ ബന്ധുക്കളെ വിവരം അറിയിച്ചു കഴിഞ്ഞു. ആ യുവതിയുടെ ബന്ധുക്കൾ അവിടെ നിന്നും ഇങ്ങോട്ട് ഈ ആറ്റിങ്ങലിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണെന്ന് അറിയിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള അന്വേഷണങ്ങൾ വളരെ കാര്യക്ഷമമായി പോലീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വ്യക്തമാണ്. എസ് അഭിലാഷാണ് ആറ്റിങ്ങലിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. കർണാടകയിൽ കന്നുകാലി കടത്ത് ആരോപിച്ച് മലയാളി ഡ്രൈവർക്ക് നേരെ പോലീസിന്റെ വെടിവെപ്പ്.